ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ യോശുവയുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 1:9 വാക്യം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു. 10 വാക്യം നമ്മൾ ഈ സെഷൻ ആരംഭിക്കുകയാണ്. എന്നാറെ യോശുവ ജനത്തിലെ പ്രമാണങ്ങളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന ജനത്തോട്, ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിപ്പീൻ. ഇവിടെ മോശയുടെ പുറകെ നടന്ന് ദൈവത്തിന് യോഗം പ്രാപിച്ച യോശുവ തൻ്റെ കീഴിലുള്ള ജനത്തോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ എവിടേക്ക് കിടക്കും? യോർദാനക്കരെ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യാത്രയ്ക്കുള്ളതായ ഭക്ഷണ സാധനം ഒരുക്കണം. പിന്നെ യോശുവ റൂബേന്യരോടും ഗാദ്യരോടും മനശ്ശയുടെ പാതിഗോത്രത്തോടും പറഞ്ഞു നിന്ന യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശം തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർ കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവർ സഹായിക്കണം. അതിനുശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. അവിടെ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുകയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നവർക്കൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. ദൈവമായ യഹോവ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടിയും ഇരുന്നാൽ മതി. ആരെങ്കിലും കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിൻ്റെ വാക്ക് അനുസരിക്കാതെയും ഇരിക്കുകയും ചെയ്താൽ മരിക്കണം. ഉറപ്പും ഇതിനുള്ളതിനെ മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ രൂബേന്യരോടും ഗാദ് ഗോത്രത്തിലെ ആളുകളോടും അതുപോലെ മനശ്ശയുടെ പാതി ഗോത്രത്തോടും പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മോശയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് പ്രകാരം നിങ്ങൾ ഈ യോർദാനക്കരെ ചെന്നിട്ട് സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തണം. നിങ്ങളിപ്പോൾ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ മോശയോട് നിങ്ങൾ ചോദിച്ച പോലെ യോർദാനക്കരെ നിങ്ങൾ സ്ഥലങ്ങളെ അവർക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ കൂട്ടു സഹോദരന്മാർക്ക് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പോരാടണം എന്ന് പറയേണ്ടതായി തീർന്നു. അവിടെ രൂബേന്യരും ഗാദിരും മനശ്ശയുടെ പാതിഗോത്രക്കാരും പറഞ്ഞ് ഞങ്ങൾ അതുപോലെ ചെയ്യാമെന്നാ. നമ്മുടെ നാട്ടിലൊരു വഴുന്നലുണ്ടല്ലോ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറന്നു പോകുമല്ലോ അല്ലേ? കാര്യം കാണുന്നവരൊക്കെ ഇങ്ങനെ നടന്നിട്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ വാക്കൊക്കെ മാറിപ്പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഇവർ പണ്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ ദേശം തരുന്നെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ അപ്പുറത്തേക്ക് കടന്നു വന്ന് യുദ്ധം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു വാക്ക് അനുസരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ തീരുമാനങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഇതാണ്. ഒരു കാര്യം കാണുള്ള ഒരു തീരുമാനം പറയുകയും കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ തീരുമാനങ്ങൾ മാറ്റരുത് അല്ലേ? ചില പറയല്ലേ, ഈ പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ദൈവത്തെ സേവിച്ചോളാം അല്ലേ? അല്ലെങ്കിൽ ചില പറയല്ലേ, ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന് അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം, ഈ രോഗം മാറിയാൽ അങ്ങനെ ചെയ്തോളാം. അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തോടുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കും. പക്ഷെ ഓർക്കേണ്ട കാര്യം, നീ മറന്നാലും ദൈവം മറക്കത്തില്ല, ദൈവത്തിനെ വിടത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ അഴിച്ചു വിട്ടാൽ പോലും ദൈവത്തിനെ പിടിക്കാതിരിക്കുകയില്ല. അപ്പോൾ ദിവസങ്ങളിൽ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ ഓർത്ത് പാലിക്കുവാനായിട്ട് ഉത്സാഹിക്കുക, അല്ലെങ്കിൽ ദൈവം വിടുകയില്ല. അടുത്തരം നമ്മൾ 2-ാം തീയതി പ്രവേശിക്കുമ്പോൾ കാണുന്നത്, അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നമുക്കറിയാം 2-ാം അധ്യായത്തിലെ മുഖ്യ പ്രതിവാദി വിഷയങ്ങൾ എന്നാണ്. ദേശം ഉറ്റുനോക്കാനായിട്ട് അവരെ അങ്ങോട്ട് അയച്ചു വിടുകയാണ്. ദേശം ഉറ്റുനോക്കാനായിട്ട് അവരുടെ ജനത്തെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വിളിച്ചെന്നു. അവിടെ പാർത്തു. ഇസ്രായേൽ മക്കൾ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയോടെ വന്നിരിക്കുന്നുവെന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി.
യരിഹോ രാജാവ് രാഘവൻ്റെ അടുക്കൽ ആളയച്ചു. എൻ്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെ ഉറ്റുനോക്കുവാൻ വന്നവരാകുമെന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ വാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിന് മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വച്ചിരുന്ന ചെണ്ണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണ വാതിലടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരു ദേശത്തെ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ വിട്ടുനോക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആ പള്ളിക്കാർക്ക് ദൈവമായിട്ട് വലിയ ബന്ധമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ ചെയ്യുന്ന ദൈവമാണ്, യഥാർത്ഥ സത്യദൈവമാണ്. ആ ദൈവത്തിന് ശക്തിയുണ്ട്. ആ ദൈവം തന്നെ ജനത്തെ പരിപാലിക്കും. ആ ദൈവം ഈ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ബോധ്യം അവളുണ്ടായി. അവൾ പറഞ്ഞുണ്ടോ, നിങ്ങളുടെ ദൈവം ഇവിടെ ഈ ദേശത്ത് തന്നിരിക്കുക, നിങ്ങൾ ഉറച്ചിരിക്കുക. ഇവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ഭീതി ജനത്തിന് വന്നിരിക്കുക. എന്നിട്ട് പറയാം, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയത് സീഹോൻ, ഓഗ് എന്ന രണ്ട് അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. കണ്ടോ, ഭക്തന്മാർ ജീവിതം ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പറയും, ഇവനാണ് ദൈവം, ഇവർ ചെയ്യുന്നതാണ് ദൈവം, അല്ലേ, ഇവരെ വഴിനടത്തുന്നതാണ് ദൈവം, ഇവരെ പരിപാലിക്കുന്നതാണ് ദൈവം എന്ന് പറയുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുകയും ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ നമ്മൾ ചെയ്യുന്ന ദൈവം ആരാന്ന് ബോധ്യമാവുകയും ചെയ്യും. അടുത്തത്, ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരിമാരെയും അവർക്കുള്ള സ്ഥലത്തെയും ജീവനെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവളോട്, ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നതിനാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരും. ദേശം തരുമ്പോൾ ഞങ്ങൾ നിന്നോടൊക്കെയും ദയം വിശ്വസം കാണിക്കുന്നു ഉത്തരം പറഞ്ഞു. എന്നാലേ അവരെ കിളിവാതിലൂടെ കയറി കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവരോട് തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ, അതിനുശേഷം നിങ്ങൾ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. ഉണ്ടോ, ഇവിടെ ഈ സഹോദരി അവരെ രക്ഷിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവിയുടെ പേരിലാണ് ഈ ജനത്തെ ആ സ്ത്രീ രക്ഷിപ്പാനിടയായി തീർന്നത്. എന്നാൽ ചരിത്രങ്ങൾ എഴുതി വരുമ്പോൾ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ, വിശ്വാസപരന്മാരുടെ കൂട്ടത്തിലൊക്കെ ഈ സഹോദരിയുടെ പേരും വരുവാനത് കാരണമായി തീർന്നു. അവരുടെ കഴിഞ്ഞകാല ചരിത്രം നോക്കിയിട്ടല്ല ദൈവം അവരെ മാനിച്ചത്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അവൾ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പുചരട് കെട്ടുകയും എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിൻ്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ രക്തം അവൻ്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവൻ്റെ മേൽ കൈവച്ചാൽ അവൻ്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. എന്നാൽ അവൾ നിങ്ങൾ പറഞ്ഞ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു.
അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽ കെട്ടി അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്ന് തിരിഞ്ഞു പോയവർ മടങ്ങിപ്പോരും വരെ 3 ദിവസം അവിടെ താമസിച്ചു. തിരഞ്ഞു പോയവർ വഴികളെ അവരെ അന്വേഷിച്ച് കണ്ടില്ല താനും. ഇങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്ന് നൂൻ്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്നു. തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിശ്ചയം ദേശ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവോട് പറഞ്ഞു. കണ്ടോ, ഇവിടെ അവർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടാകുന്നു. രക്ഷിച്ചതിൻ്റെ നന്ദിയായിട്ട് ഞങ്ങൾ ദേശം പിടിച്ചെടുക്കുമ്പോൾ നീ നശിപ്പിക്കില്ല എന്നുള്ളതായ ഒരു വാക്ക് കൊടുത്ത് അവർ പിരിഞ്ഞു. അവർ പറഞ്ഞ പോലെ അവരന്വേഷിച്ച് പോകുന്നവർക്കിടയിൽ പെടാതിരിക്കാൻ അവർ വിളിച്ചിരിക്കുന്നു. പിന്നെ അവർ തിരിച്ച് യോശുവയുടെ പരിപാടിയായി തീർന്നു. അനന്തരം യോശു അധികാലത്ത് എഴുന്നേറ്റു. അവൻ ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ടു യോർദാനരികെ വന്നു. മറയര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ ഫലത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചു നിന്നാൽ ഹൃദയമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന് പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. ആയാൽ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ. യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി നടന്നു. പിന്നെ യഹോവ മോശയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ എന്നോട് കൂടി ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാവരും അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ ജോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞല്ലോ, ഞാൻ മോശയോട് കൂടി ഇരുന്ന പോലെ നിൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് നിൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ എന്തു ചെയ്യും, നിന്നെ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ഒറ്റയടിക്ക് അവിടെ അനുഗ്രഹം വായിച്ചു വരികയല്ല. അവിടെ പറഞ്ഞുകൊണ്ടോ, ഞാൻ ഇന്ന് നിന്നെ അവർ കാണുക എന്ത് ചെയ്യും, വലിയവനാക്കുവാൻ തുടങ്ങും. ഇവിടെവരെ ദൈവികാനുഗ്രഹങ്ങളെല്ലാം പടിപടിയാണ് ലഭിക്കുന്നു. ഓർത്ത് ദൈവത്തെ സേവിക്കുക. ദൈവത്തെ സേവിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നുള്ള വ്യവസ്ഥ ഇവിടെ വീണ്ടും പറയുകയാണ്. യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അതിനും കേൾപ്പിയിരുന്നു പറഞ്ഞു. യോശുവ പറഞ്ഞെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസിയർ, ഇർഗേഷ്യർ, അമോര്യർ, യെബൂസിയർ എന്നിവരെ നീക്കിക്കളയും. നിങ്ങൾ ഇതിനാൽ അറിയും. ആ സർവ്വഭൂമിക്ക് നാഥനായവൻ്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവീൻ. സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറവ് പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ നിങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ട് നിയമപ്പെട്ടം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. സാരദാന സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറപോലെ പൊങ്ങി. അറാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തിരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. ദൈവം തന്നെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ് കാണുന്നത്. ഇവിടെ യോർദാൻ വിഭജിക്കപ്പെടുകയാണ്. ഇവിടെ നിൻ്റെ മുമ്പിൽ എൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും തടസ്സമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ തലച്ചൊഴുകുന്ന പ്രതിബന്ധങ്ങളാകുന്ന യോർദാൻ കണ്ടു എന്ന് വന്നേക്കാം. പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന യോർദാൻ കടന്നു വന്നേക്കാം. ഓർക്കേണ്ട കാര്യം, ആ യോർദാനെ പറ്റിക്കാൻ കഴിവുള്ളവർ വന്നിട്ട് കൂടെയുണ്ട്. ചെങ്കടലിനെ വിഭാഗിക്കുവാൻ കഴിവുള്ളവർ വന്നിട്ട് കൂടെയുണ്ട്. പ്രതികൂലങ്ങളെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക. നമ്മുടെ ദൈവം ശക്തനാണ്, അത് നിവൃത്തിക്കുക തന്നെ ചെയ്യും. 4-ാം അധ്യായം. ജനമൊക്കെ യോർദാൻ കടന്നു തീർന്ന ശേഷം യോശുവോട് കൽപ്പിച്ചു നിന്നാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 വരെ കൂട്ടി അവരോട് യോർദാൻ നടുവിൽ സ്ഥലത്ത് നിന്ന്
യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത്, യോർദാൻ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്നവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൊത്തസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടവൻ ചുമന്ന പുരോഹിതന്മാരുടെ കാലിൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്ന് വരെ അവിടെ ഉണ്ട്. മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തിരുവോളം പെട്ടവൻ ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറികര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുക യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറികര കടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് യെരിഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. ദൈവത്തെ അനുസരിച്ച് മറ്റുള്ള എല്ലാവർക്കും മാനത ലഭിക്കാനിടയായിത്തീരും. ദൈവത്തെ സേവയ്ക്ക് ദൈവത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിപ്പാൻ, അനുഗ്രഹിപ്പാൻ, ഉയർത്തുവാനിടയായിത്തീരും. യോശുവ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവം കൊടുത്ത കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോയപ്പോടെ ഇതാ മറ്റുള്ളവരുടെ മുന്നിൽ യോശുവ മാനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. മറ്റുള്ളവരുടെ ആദരവുകൾ കൈപ്പറ്റുവാൻ രീതിയിൽ യോനെ ഉയർത്തുകൊണ്ടിടയായിത്തീർന്നു. യഹോവ യോശുവയോട് സാക്ഷ്യപ്പെട്ട ചുമക്കുന്ന പുരോഹിതന്മാരുടെ യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. യോശുവ പുരോഹിതന്മാരുടെ യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി. പുരോഹിതന്മാരുടെ ഉള്ളംകാൽ കരയ്ക്ക് പൊക്കി വെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് വന്നു. മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞ് ഒഴുകി. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിൻ്റെ കിഴക്ക് അതിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്നാൽ, ഈ കല്ല് എന്തെന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തൂടെ ഈ യോർദാനിക്കരെ കടന്നു നിങ്ങളുടെ മക്കളോട് പറയണം, ഭൂമിയിലെ സഹജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, ഉപകാരങ്ങളെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, ഓർമ്മയുള്ളവരായിരിക്കുക. ഇവർക്ക് യോർദാൻ വറ്റിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു അടയാളമായിട്ട് അവരൊരു കല്ലെടുത്ത് അവിടെ നാട്ടുവാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെയോ നന്മകൾ നമ്മൾ ചെയ്തിരിക്കുന്നു, ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു, നമുക്ക് എത്രയോ വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതൊക്കെല്ലാം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദൈവത്തെ മറന്നു വരാൻ പോകുന്നവരായിട്ടല്ല, ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് കർത്താവ് സഹായിക്കട്ടെ. 5-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവയുടെ മുമ്പിൽ നിന്ന് യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഇന്ന് യോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമോരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കൾ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതായി. ദൈവജനത്തെ മുമ്പോട്ട് നീങ്ങുന്ന ദൈവം ഇങ്ങനെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ശക്തി ചോർന്നു പോവുകയാണ്. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ല് കൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിശീലനം ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ല് കൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മഗിരിയിൽ വെച്ച് പരിശീലനം ചെയ്തു. യോശുവ പരിശീലനം ചെയ്യാനുള്ള കാരണമോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിശോധന കഴിഞ്ഞിരുന്നു. എന്നാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിശോധന ചെയ്തിരുന്നില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് അവർ മരിച്ചു ഒടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുന്നത് യഹോവ പിതാക്കന്മാരുടെ സത്യം ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിശോധന ചെയ്തു. അവരെ പ്രയാണത്തിൽ പരിശോധന
ചെയ്യായ കൊണ്ട് അവർ അഗ്രചർമ്മികളായിരുന്നു. അവർ സർവ്വജനത്തെയും പരിശോധന ചെയ്ത് തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. യഹോവ യോശുവോട്, ഞാൻ മിസ്രയീമിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കളഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന പേരായി. ഗിൽഗാലിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന ഊറ്റിക്കളഞ്ഞ സ്ഥലം അല്ലേ? ആ ദൈവം അവർക്ക് വേണ്ടി ചില കാര്യങ്ങളെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ്. അവർ ദൈവത്തെ അനുസരിക്കുന്നതിനാൽ ദൈവം അവരെയും വിടുവിക്കുന്നു, ഉയർത്തുന്നു, അനുഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയം ഇറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവനം കണ്ടോ? അവർക്ക് ഒരു വിളവുണ്ടായി ആ നന്മ അനുഭവിക്കുന്നത് വരെ ഇവർക്ക് മന്ന കൊടുത്തു. എപ്പോഴവർ വാഗ്ദത്തത്തിലെത്തിയോ, വിളവെടുക്കാൻ കാലമായോ, വിളവനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? മന്നയെ നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലനം എത്രയോ ശ്രേഷ്ഠമാണ്. എനിക്ക് നിനക്കും സാധ്യതകളില്ലാതിരിക്കെ നിന്നെ അനുഗ്രഹിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ആ ഒരു വിശ്വാസം എന്ന് നയിക്കട്ടെ. നിശ്ചയമായി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മൾ വചനം പറയുന്നില്ലേ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ. ഇതിങ്ങളെ ആവശ്യങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുക. ദൈവം നിശ്ചയം അതിനു വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്നെ വൈകിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. നിശ്ചയം കരുതാനിടയായിത്തീരുന്നു. യോശുവ യെരിഹോവിനെ സമീപത്ത് ഇരിക്കുമ്പോൾ തലയുയർത്തി നോക്കി ഒരാൾ കയ്യിൽ ഒരു വാൾ ഊരി പിടിച്ചുകൊണ്ട് അവനെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അവൻ അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അതിനുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവോട്, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് കഴിച്ചു കളക, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ദൂതനെ കണ്ടു കഴിഞ്ഞപ്പോഴേ യോശുവ ചോദിക്കുക, അടിയനോടുള്ള കൽപ്പന എന്തുവാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഓരോ ദിവസം ഇതിൽ പറയാം, കർത്താവേ എന്നോട് നീ അരുളി ചെയ്യണം. എൻ്റെ ആവശ്യമുള്ള മുഖത്ത്, എൻ്റെ പ്രതിസന്ധി മുഖത്തിനായിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആയോണ്ട് ഇവിടെയൊന്നും ചോദിക്കണ്ടെന്നേ, ഇത് ചെയ്തിട്ട് പറ. നിങ്ങളുടെ പ്രകാരം ദൈവം നിന്നോട് പറയുന്നേ, എന്നെ ഉറപ്പിക്കുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം പറയുന്നേ. നീ വായിക്കുന്ന വചനത്തിലുണ്ടാകും. ഈ ദിവസമെല്ലാം അല്പസമയം ചിലവഴിക്ക്. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുന്ന ഒരു പരിപാടിയല്ല. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് കുറച്ച് നേരം ദൈവത്തിന് വലുതും പറയാനുണ്ടോ എന്നൊന്ന് കേൾക്കാൻ നിൽക്കണം. നമുക്ക് പറയാനുള്ളതെല്ലാം ഇപ്പോൾ കരാറ് തൊഴിലാളിയെ പോലെ ഓടി ചെന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എൻ്റെ ഓടുക, അതല്ല. ദൈവത്തിൽ നമ്മൾ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. എന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വജനതയ്ക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ധ്യാനിപ്പം കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ നിൽക്കുന്ന ജനത്തെ സ്ഥലം പരിമേൽപ്പിക്കുകയാണ്. ഒരാവശ്യങ്ങളും മേലെ ഒരു വിഷയങ്ങളും ഈ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ള ശിക്ഷണങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നിങ്ങളുടെ ആശ്രയബോധം വർദ്ധിക്കുവാൻ, സാക്ഷ്യം വഹിക്കുന്ന ഉത്സാഹം കാണിപ്പാനായി നിങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനും കേൾക്കുന്നതിനെ മനസ്സിലാക്കുവാനും അംഗീകരിപ്പാനും കാരണമായി തരുവാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇസ്രായേൽ മക്കൾ ചെയ്ത അത്ഭുതങ്ങൾ കേട്ടുകൊണ്ട് ജനതകൾ യേശുവിനെ ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീർന്നെങ്കിൽ കർത്താവ് ഈ തലമുറയിൽ ഞങ്ങളുടെ നന്മകളെ പ്രാപിച്ചവരാണ്. നീ മാത്രം സമാധാനം സന്തോഷം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ.
നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കൃപാൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ പിന്നെ മാതൃപ്രതിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസം നമ്മൾ അടുത്ത സെക്ഷനിൽ വീണ്ടും കാണും. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ഉള്ള സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.